ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് 21, 22 തീയതികൾ നടക്കുകയാണല്ലോ. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പിന്തുണയാണ് നാനാഭാഗങ്ങളും എന്നും ആ സബ്മിറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മുടെ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സമ്മിറ്റിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ KSITC ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവർ പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തരായ ഇൻവെസ്റ്റേഴ്സാണ്. ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ വളർന്നവരാണ്. ശ്രീ ബാലഗോപാൽ, VK മാത്യൂസ്, അജു ജേക്കബ്, അതുപോലെ തന്നെ മൈൻ രാജി, ശ്രീ CJ ജോർജ്. ഇതാണ് നമ്മുടെ ഇൻവെസ്റ്റിംഗ് കമ്മ്യൂണിറ്റിയിലെ ഡയറക്ടേഴ്സ്. അവരെല്ലാ ആഴ്ചയാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത് ഈ സമ്മിറ്റിന്റെ റിവ്യൂ, പ്ലാനിങ് ഒക്കെ ആയിട്ട്. അതുപോലെ CII ഇത് കഴിഞ്ഞാൽ താഴെ അവരിയ്ക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ലാസ്റ്റ് മീറ്റിംഗ് അവരായിട്ട് കൂടാൻ പോകുന്നു. FICCI, SS, നമ്മുടെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ തുടങ്ങി എല്ലാവരും ഇതിന്റെ വിജയത്തിന് വേണ്ടി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാ MLA-മാരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ കേരളം ഒറ്റക്കെട്ടായി നമ്മുടെ നാട് തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നാട് വ്യവസായ നിക്ഷേപത്തിന് ഏറ്റവും മികച്ച ഇടമാണ് എന്ന് എന്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരേപോലെ പറയേണ്ട ഒരു സന്ദർഭമാണത്. അതാണ് ഭാവി തലമുറയോടും നാടിനോടും ചെയ്യേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം. മറ്റു കാര്യങ്ങളോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് എടുക്കുമ്പോഴായിരിക്കും ഉചിതം. അതുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു വിവാദമേ ഉണ്ടാകാൻ പാടില്ല. ശ്രീ ശശി തരൂർ പറഞ്ഞത് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇനി അദ്ദേഹം പറഞ്ഞത് ഈ നിക്ഷേപ സംഗമത്തിന് മുന്നോടിയായി അതുകൂടി വായിച്ചിട്ട് ഒരു 2 നിക്ഷേപകർ കൂടുതൽ വന്നെങ്കിൽ അതിനെ നമ്മൾ അങ്ങ് സ്വാഗതം ചെയ്യലാണ് വേണ്ടത്. അല്ലാതെ അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിച്ച് 10 നിക്ഷേപകർ വരാതിരിക്കാനുള്ള ഒരു മനസ്സ് ആരുടെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരുന്നു. ഞാൻ തന്നെ നേരത്തെ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിൽക്കുന്നില്ല. ഇങ്ങനെയല്ല കേരളം, ഇവരൊന്നും പറയുന്നതല്ല കേരളം. ഇവിടെ വ്യവസായ നിക്ഷേപം വേണ്ട എന്ന മട്ടിൽ ഒരു ചെറു ന്യൂനപക്ഷം പരസ്യ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കേരളീയരും കേരള വിരുദ്ധരും എന്ന ഒരു രൂപത്തിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളം വളരണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി കിട്ടണം, കൂടുതൽ സംരംഭങ്ങൾ വരണം, കൂടുതൽ വ്യവസായ നിക്ഷേപം വരേണ്ടതുണ്ട്. ഇപ്പോൾ വിഴിഞ്ഞം, അതുപോലെ സ്മാർട്ട് സിറ്റി, നമ്മുടെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി, പുതിയ ഇൻഫോ പാർക്കുകൾ, പുതിയ പ്രഖ്യാപനങ്ങൾ, ഇതിൻ്റെയൊക്കെ ഭാഗമായി കൂടുതൽ നമുക്ക് തൊഴിലുണ്ടാകാൻ കഴിയണം എന്ന് ആഗ്രഹിക്കുന്ന കേരളീയരും സങ്കുചിത രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നും ഇവിടെ നടക്കില്ല എന്ന് വാദിച്ച് വസ്തുതകളില്ലാതെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്ന കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ. അതാണ് നിയമസഭയിൽ ഞങ്ങൾ പറഞ്ഞത്. ബഹുമാന്യ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞതും, പ്രതിപക്ഷം സഭയ്ക്കകത്തുള്ള പ്രതിപക്ഷമാണ്, കേരളത്തിന്റെ പ്രതിപക്ഷമാകാൻ പാടില്ല, കേരള ജനതയുടെ പ്രതിപക്ഷമാകാൻ പാടില്ല. ഇന്ന് പ്രതിപക്ഷ മേധാവ് നടത്തിയ പത്രസമ്മേളനവും യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ സന്ദർഭത്തിൽ നടത്താൻ പാടില്ലാത്തതാണ്. പക്ഷെ അദ്ദേഹം ഞങ്ങളോടുള്ള മറുപടിയല്ല പറഞ്ഞെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു കാര്യം കൂടി അദ്ദേഹം ചിലപ്പോൾ വ്യക്തമാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങളും ചോദിക്കുന്ന കേട്ടത് ഇന്ന മറുപടിയാണോ വല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അത് അവർ തമ്മിലുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ വന്നതാണ്. ആ തർക്കം കേരളത്തെ ബാധിക്കാൻ പാടില്ല. ആ തർക്കം കേരളത്തിൽ നിക്ഷേപം വരുന്നതിന് എതിരെയുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പാടില്ല. അപ്പോൾ പല തർക്കങ്ങളും അവർക്കിടയിൽ ഉണ്ടാകും. അത് അവർ തമ്മിൽ പറഞ്ഞു തീർക്കാന്നല്ലാതെ നാടിന്റെ ശത്രുക്കളെ പോലെ ഈ ഘട്ടത്തിൽ അവരവരുടെ വാദങ്ങൾ ഉറപ്പിക്കാനും മറ്റൊരാളുടെ വാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാനും ഇത്തരത്തിലുള്ള പ്രചാരവേലകൾ നടത്തുന്നത് നാടിന്റെ താല്പര്യത്തിന് പൊതുവെ വിരുദ്ധമായതാണ്. അപ്പൊ കേരളത്തെ സ്നേഹിക്കുന്ന എല്ലാവരും ഈ ഘട്ടത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട്. കേരളം തെറ്റാണ് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അത് നമ്മുടെ ഭാവി തലമുറയ്ക്കും നാടിനും എതിരായിട്ടുള്ള പ്രഖ്യാപനമാണ്. ഞങ്ങളൊന്നും ഇന്നലെ മിനിഞ്ഞാന്നും ചോദിച്ചപ്പോൾ ഞങ്ങൾ ആരെയും കുറിച്ചും ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാകുന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. ഇംഗ്ലീഷ് വായിച്ചിരിക്കും അറിയാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രത്യേകം ആളുകൾ പത്രസമ്മേളനം നടത്തിയും നമ്മുടെ നാട്ടിലേക്കുള്ള നിക്ഷേപത്തെ ആകർഷിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ പാടില്ല.
അതിലിപ്പോ ഇന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം വസ്തുതാ വിരുദ്ധമായ കാര്യങ്ങളാണ്, കേരളത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നിങ്ങൾ നോക്കൂ, GDP എങ്ങനെയാണ്. അദ്ദേഹത്തിന് ആദ്യത്തെ ചോദ്യം, ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നേരെ GDP-യിൽ അത് പ്രതിഫലിക്കേണ്ടതില്ലേ? അതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും, നിങ്ങൾ മൈക്ക് ഇങ്ങോട്ട് ക്രമീകരിച്ചാലും മതി. നേരത്തെ ഫിക്സ് ചെയ്തതിന്റെ ക്രമമൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവും, ക്ഷമിക്കുക. പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മിനിമം കൂട്ടും. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിന്റെ രാജ്യത്തെ GDP-യുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെന്റേജ് എന്ന് പറയുന്നത് 3.8%. 2022-ലും 2023-ലും ഒക്കെയാണ്. അതിപ്പോ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസിന്റെ സ്റ്റേറ്റ്മെന്റ്, അതിൽ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അപ്പൊ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു, മിനിമം 1 ലക്ഷം രൂപ. കമ്മതി കണക്ക് വേണ്ട, 30,000 കമ്മതി വേണ്ട, കൃത്യ വെബ്സൈറ്റിലുണ്ട് നമ്മുടെ ബിയർ ഓഫ് എന്റർപ്രൈസസ്. അതിൽ ഞാൻ പറയാം, ഓരോ ഞാൻ കഴിഞ്ഞ ദിവസം കോൺക്ലേവ് കൃത്യമായി വെച്ചാണ് ഇത് കൃത്യമായി എത്ര ഇൻവെസ്റ്റ്മെന്റ് എന്നുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ആവറേജ് എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. 22,122.92 കോടി നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഒരാളത്തേക്ക് പുറകെ വരാം. അപ്പൊ അതില് ഒന്ന്, അദ്ദേഹം തിരക്കിൽ ചിലപ്പോൾ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ മറന്നു പോകുന്നതായിരിക്കും. നിക്ഷേപം നേരെ GDP-യിലേക്ക് വരില്ല. വാട്ട് ഇസ് GDP? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണ്. ഒരു 10 കോടി നിക്ഷേപം വന്നാൽ നേരെ 10 കോടി GDP പ്രതിഫലിക്കുമോ? അത് എവിടത്തെ സാമ്പത്തിക ശാസ്ത്രം? അതിന്റെ പല ഘടകങ്ങളും ബഡ്ജറ്റ് ഒരു ഭാഗം GDP-യിലേക്ക് വരും. ചിലപ്പോൾ GDP-യിൽ അത് പ്രതിഫലിക്കുന്നതിന് കുറെ കാലം എടുക്കും. അതൊരു സാമ്പത്തിക ശാസ്ത്രത്തെ. അപ്പൊ അങ്ങനെയൊന്നും നമ്മൾ അധിക്ഷേപിച്ച് പറയരുത്. ഇനി ഞാൻ കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയും? കേരളത്തെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ പറയും, ആന്ധ്രയും തെലങ്കാനയും കൂടിയാൽ ഇന്ത്യയുടെ 9.2% സ്ഥലമുണ്ട്. അവര് 9.7% GDP സംഭാവന ചെയ്യുന്നു. കർണാടക 4.9% സ്ഥലമുണ്ട്. അവര് 8.2% GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് 3.9% സ്ഥലമുണ്ട്. അവർ 8.9% GDP സംഭാവന ചെയ്യുന്നു. കേരളം 1.18% സ്ഥലമുണ്ട്. നമ്മൾ 3.8%. കേരളത്തെ സ്നേഹിക്കുന്ന ആളുടെ കമ്പാരിസൺ എങ്ങനെയാണ്? അപ്പോ ആന്ധ്ര അവരുടെ സ്ഥലത്തിന്റെ 1.04 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കർണാടക അവരുടെ സ്ഥലത്തിന്റെ 1.65 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. തമിഴ്നാട് അവരുടെ സ്ഥലത്തിന്റെ 2.28 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. കേരളം അവരുടെ സ്ഥലത്തിന്റെ 3.22 മടങ്ങ് GDP സംഭാവന ചെയ്യുന്നു. വിശകലനങ്ങൾ എപ്പോഴും കമ്പാരിറ്റീവ് ആയിരിക്കും. ഇതിന് പോപ്പുലേഷൻ വെച്ച് കൊടുക്കാം. പക്ഷെ ഇതിൽ അദ്ദേഹത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഇത് തന്നെ തെറ്റാണ്. നേരെ GDP-യിൽ വരില്ല എന്ന് ചോദിച്ചാൽ അതിപ്പോ എനിക്കോട് തിരക്ക് മൂലമൊന്നും വായിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംഭവിക്കുന്ന കാര്യമാണ്. നേരെ നിക്ഷേപം GDP-യിലേക്ക് വരില്ല. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടിക്കടയാണ്. 2021 നിയമം ഭേദഗതി ചെയ്തു. അതിൽ ട്രേഡ് വന്നു. പഴയതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം. താഴോട്ട് പോയി സെക്ടർ ബേസ് ഞാൻ ഇന്നലെ കാണിച്ച ഇത് മറച്ചു വെച്ചിട്ടല്ല. വാട്ട് ഈസ് MSME? MSME എന്ന് പറഞ്ഞാൽ 1 കോടിക്ക് താഴെ മൂലധനമുള്ളത് മൈക്രോ,
10 കോടിക്ക് താഴെ മൂലധനമുള്ളത് സ്മോൾ, 50 കോടിക്ക് താഴെ മൂലധനമുള്ളത് മീഡിയം. ഇതാണ് MSME. ഇനി അതിന് താഴെ നാനോ ഉണ്ട്. നാനോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് തന്നെ കൃത്യമായിട്ട് മാനുഫാക്ചറിങ് 42,137, ഇൻവെസ്റ്റ്മെന്റ് ഇത്ര. ഇത് ഈ വർഷത്തെയാണ് അല്ല, ഈ വർഷത്തെ അല്ലേ, ടോട്ടൽ അല്ല, ഈ വർഷത്തെ മാത്രം ടോട്ടൽ എടുത്ത് നോക്കൂ. അല്ല, ട്രേഡ് ഇത് മൊത്തം 1,44, ട്രേഡ് 1,52, ടോട്ടൽ നേരത്തെ പറഞ്ഞു 3,42,000 മറ്റോ വരുന്നുണ്ട്. അതിൽ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ടുണ്ട്, എംപ്ലോയ്മെന്റ് കൃത്യമായിട്ടുണ്ട്. അല്ലാതെ ട്രേഡ് ഇതിൽ പെടുന്നില്ല എന്ന് പറഞ്ഞു. വാട്ട് ഈസ് സർവീസ്? സർവീസ് എന്ന് പറഞ്ഞാൽ മിഷനറി ഉപയോഗിക്കുന്ന സേവനങ്ങളെല്ലാം. ഇപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ മിഷനറി ഉണ്ടെങ്കിൽ അത് സർവീസിൽ പെടും, ജിമ്മ് സർവീസിൽ പെടും. ഇതെല്ലാം സംരംഭമാണ്. കേരളത്തിൽ ഇന്ത്യയിലെ സംരംഭമാണ്. ഇന്ത്യയിൽ സംരംഭമായി എന്തൊക്കെ പരിഗണിക്കുന്നോ അതൊന്നും കേരളം പരിഗണിക്കരുത് എന്ന് വാദിക്കുന്നവർ കേരള ശത്രുക്കളാണ്. അവർക്കെല്ലാം ഇതിനെക്കുറിച്ച് ഇത് MSMEയിൽ പെടും, ഇവിടെ മാത്രം നിങ്ങൾ പെടുത്തരുത് എന്നുള്ളത്. ഇതൊരു ബൂം ഉണ്ടായി എന്നുള്ളതാണ്. ഈ പ്ലാന്റ് വർക്കിന്റെ ഭാഗമാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഗവൺമെന്റാണ് അടിസ്ഥാനമായിട്ട് നിയമങ്ങൾ ഭേദഗതി ചെയ്തു. ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. 8ഓളം നിയമങ്ങൾ ഒറ്റ ഭേദഗതിയിൽ കൂടെ ഒമിനി ബസ് രജിസ്ട്രേഷൻ ഉണ്ടാക്കി. കഴിഞ്ഞ ഗവൺമെന്റാണ്, ഞാൻ വന്നതിന് ശേഷമല്ല, കഴിഞ്ഞ ഗവൺമെന്റിന്റെ അടിത്തറയാണ്. ഞങ്ങൾ അതിനെ സ്ട്രക്ചർ ചെയ്തു, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എടുത്തു, കുറേയേറെ മാറ്റങ്ങൾ വരുത്തി, അത് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇനിയിപ്പോ ഇത് പെട്ടിക്കടയും നേരത്തെ തുടങ്ങിയത് അദ്ദേഹം ഇത് ഉദ്ധരിക്കുന്നത് കണ്ടു. എക്കണോമിക് റിവ്യൂ പറയുന്നുണ്ട് ഇത് പഴയ. ഞാൻ നോക്കി എക്കണോമിക് റിവ്യൂവിൽ അങ്ങനെ പറയേണ്ട കാര്യം. ആദ്യമായിട്ടാണ് എക്കണോമിക് റിവ്യൂവിൽ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിന്റെ ഒരു എക്കണോമിക് റിവ്യൂവിൽ കേരളത്തിന്റെ ഇൻഡസ്ട്രി ഒരു തീമായിട്ട് വരുന്നത്. അപ്പൊ എക്കണോമിക് റിവ്യൂവിൽ പറയുന്നത് ഇതാണ്, സബ്ജക്ട് വൈസ് ഡീറ്റെയിൽസ് ഓഫ് ന്യൂ MSMEs ആണ് ഈ പറയുന്ന. അദ്ദേഹം പറഞ്ഞ 4 ഇതാണ്. ഈ ന്യൂ കണ്ടില്ല എന്ന് തോന്നുന്നു. ഓരോ വർഷത്തെയും പുതിയത് എത്രയാണ്, എത്ര വന്നു, ഇത് രജിസ്റ്റർ ചെയ്ത് എത്ര, ഓരോന്നും ഓരോ മേഖല തിരിച്ചിട്ടുണ്ട്. അഗ്രോ, ഫുഡ് ബേസ്, ഇത് മാനുഫാക്ചറിങ് മാത്രമാണ്. ഇതെല്ലാം വസ്തുതകളല്ലേ. ഈ വസ്തുതകൾ എന്തിനാ കേരളത്തിന് എതിരായിട്ട് ഉപയോഗിക്കുന്നത്? നേരെ തിരിച്ച് ഇനി നമുക്ക് പറവൂരിലേക്ക് വരാം. പറവൂർ മണ്ഡലം ഞങ്ങൾക്ക് മാത്രം കാണാവുന്നൊരു ഭാഗമുണ്ട് ഡാഷ്ബോർഡിൽ. അത് നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇത് പൂട്ടുന്നു കള്ളക്കണക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ജിയോ ടാഗിങ് വരുത്തി. ഓരോ സ്ഥലവും നമ്മുടെ ഉദ്യോഗസ്ഥർ പോയി സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ടാഗ് ചെയ്യും. പബ്ലിക് ഡൊമൈനിൽ ഇടുന്നില്ല, അത് ദുരുപയോഗപ്പെടുത്തും. കാരണം ഇപ്പോൾ ഇൻഡസ്ട്രി ഉണ്ടെന്ന് പിറ്റേ ദിവസം വിളിക്കുന്ന ആളുകളുണ്ടാവും, പല തിരക്കാരുണ്ടല്ലോ. അപ്പൊ അത് ഞങ്ങൾ ജിയോ ടാഗിങ് നടത്തി. അത് പബ്ലിക് ഡൊമൈനിലുള്ളതല്ല, എന്നാലും പറവൂർ നമുക്കൊന്ന് കാണാം എങ്ങനെയുണ്ടെന്നുള്ളത്. പറവൂർ കൊടുക്കും. ഇത് ഞങ്ങളുടെ ഡാഷ്ബോർഡാണ്. ഇരുപത്തിനാല് 25 പറവൂർ. ഇത് പറവൂർ. ദെൻ പഞ്ചായത്ത് തിരിച്ച് ഒരിടത്തും കോട്ടുപള്ളി. ഇതിലേതൊക്കെയാണ്? ഇതിപ്പോ സർവീസ് 25, ലക്ഷം ഇൻവെസ്റ്റ്മെന്റ്, 3 എംപ്ലോയ്മെന്റേ ഉള്ളൂ. ഓരോ പേരിന്റെ മിത്ര, അത് പ്രൊഡക്റ്റ് എന്താണെന്നുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് 20 ലക്ഷം. ഇങ്ങനെ ഓരോന്നുണ്ട്, ഓരോ സ്ഥാപനമുണ്ട്. ഇത് ഏതാണെന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം ഇനിയിപ്പോ ഏതെങ്കിലും പഴയതുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. അടുത്ത പേജ് എടുത്തു. പിന്നെ നമ്മൾ ഒരു മാനുഫാക്ചറിങ് ഒന്ന് കാണിക്കുക നമ്മുടെ ഉള്ളത്, നമ്മൾ പോയിട്ടുള്ള ഇൻസ്പെക്ഷൻ നടത്തുന്നത് ഓരോ വർഷവും. ഇൻസ്പെക്ഷന്റെ ജിയോ ടാഗിങ്
നമുക്ക് ആ ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മുകളിലേക്ക് പോയി. മുകളിലേക്ക് 23 സബ്മിറ്റ് ചെയ്തു. രജിസ്ട്രേഷൻ, മൊബൈൽ നമ്പർ, അപ്ലിക്കന്റെ പേര്, യൂണിറ്റ് ഓപ്പറേഷനിലാണോ, പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും ഫണ്ടിന്റെ ആവശ്യമുണ്ടോ, ഇതെല്ലാം നമ്മുടെ ഓരോ പഞ്ചായത്തിലും നേരിട്ട് പോയി ഫിസിക്കലി കാണുന്നുണ്ട്. പിന്നെ അത് ജിയോ ടാഗിങ് എന്താണ്, മരച്ചിക്കലാട്ടിയ പച്ച വെളിച്ചെണ്ണ, കൊക്കോ ലൈവ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, ഫോട്ടോ ടേക്കൺ കംപ്ലീറ്റ് ഉണ്ട്. ഈ 3,40,000 ഇത് എന്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിലുണ്ട്, ഓരോ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ കയ്യിലുണ്ട്. ഇത്രയും വസ്തുതകൾ വെച്ചിട്ടാണ് ഓരോ വർഷത്തെയുണ്ട്. ഇനി പറവൂര് മാനുഫാക്ചറിംഗ് മാത്രം ഒന്ന് എടുത്ത് നോക്കി, ഒരു എക്സൽ ഷീറ്റ് ഒന്ന് എടുത്ത്. ഇത് പറവൂര് മണ്ഡലത്തിലെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ് മാത്രമാണ്. ഓരോന്നിന്റെയും ഏത് കാറ്റഗറി വരുന്നു, ഡിസ്ട്രിക്ട് എന്താണ്, പഞ്ചായത്ത് ഏതാണ്, ഡേറ്റ് ഓഫ് ഇത് തുടങ്ങിയതെന്നാണ്, ആരാണ് ഓണർ, എന്താണ് കാര്യങ്ങൾ, ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഡോക്യുമെന്റഡ് ആണ്. അല്ലാതെ കേരളത്തിൽ ഇപ്പൊ പെട്ടിക്കടയും വണ്ടിക്കടയും, അപ്പൊ ഇത്രയും പെട്ടിക്കടയും വണ്ടിക്കടയും ഈ കേരളത്തിൽ ഉണ്ടായോ? രജിസ്റ്റർ ചെയ്യാതെ ഇത്ര ഉണ്ടായിരുന്നു കേരളത്തിൽ? ഇത് നമ്മളൊരു വലിയൊരു ക്യാമ്പയിൻ നടത്തി. അതിന്റെ ഭാഗമായി ഓരോ പഞ്ചായത്തിന് ആളെ വെച്ചു, ഓരോരുത്തരും സഹായിച്ചു. ഇനി ഇത് മാത്രമല്ല, ഞങ്ങളിത് ഇട്ടിട്ട് പോകുന്നില്ല. ഈ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഒന്നും എടുത്ത് ഓരോ സ്ഥാപനത്തിലും ഓരോ വർഷം ഇൻസ്പെക്ഷൻ ഉണ്ട്. ഓരോ പഞ്ചായത്തിലും ഓരോ സ്ഥാപനത്തിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അടച്ചു പൂട്ടുന്ന സാധ്യതയുണ്ടോ, എന്ത് ചെയ്യും? ചില നമുക്ക് സഹായിക്കാൻ പറ്റില്ല എന്നൊരു പറ്റുന്നുണ്ടോ, ഒരു സസ്റ്റൈനബിലിറ്റി നോക്കും. അത് നേരത്തെ സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനപ്പെടുത്തി തുടങ്ങാൻ കണ്ടു. ഓരോ യൂണിറ്റിലും സസ്റ്റൈനബിലിറ്റി റിപ്പോർട്ട് ഉണ്ട്. എങ്ങനെയാണ് ഇത് ഓരോന്നും പ്രവർത്തിക്കുന്നത്, പ്രതിസന്ധി ഉണ്ടോ, എന്തെങ്കിലും ഫണ്ടിന്റെ പ്രശ്നമുണ്ടോ, മാനേജ്മെന്റ് പ്രശ്നമുണ്ടോ, മാർക്കറ്റിന്റെ പ്രശ്നമുണ്ടോ. പിന്നെ അദ്ദേഹം പറഞ്ഞ K-50 എന്തുകൊണ്ട് വരുന്നില്ല? K-50 ഇപ്പോ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ആള് പോയിട്ട് നേരെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പൊ അവർ ഈ സാങ്കേതികതയിലേക്ക് അധികം വന്നിട്ടില്ല. K-50 വരുമ്പോൾ പ്രധാനമായിട്ടും പഞ്ചായത്ത് ഇതിലേക്ക് നേരെ കിട്ടുമ്പോൾ സമയം എടുക്കുമ്പോഴാണ് K-50 സാധാരണ വരുന്നത്. എന്നാൽ വേണമെങ്കിൽ എല്ലാം കൊണ്ടുവരാം, അതിലും തെറ്റൊന്നുമില്ല. പക്ഷെ K-50 ആള് ചെന്നിട്ട് നമ്മൾ നേരെ എല്ലാം ഹാൻഡ് ഹോൾഡ് കൊടുക്കുകയാണ്. 1 കോടി ഇൻവെസ്റ്റ്മെന്റ് ഉള്ളതാണ്. അയാൾ K-50 വഴി ബാക്കി കാര്യങ്ങൾ സിംഗിൾ വിൻഡോയുടെ ആവശ്യമില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ശരാശരി ഞങ്ങൾ പറഞ്ഞല്ലോ ഇത്രയും നിക്ഷേപമാണ് വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എത്രയാണെന്നുള്ളത്. ഈ ഒരു 23,000 കോടി നിക്ഷേപം ഉണ്ടായി കേരളത്തിൽ. വന്നു എന്നല്ല, പുറത്തുനിന്നല്ല, ഇവിടെ നിന്നുണ്ടായി. ഇനി ഞങ്ങൾ പറയുന്നത് എടുക്കേണ്ടതില്ല. ഇത് നോക്കൂ, IIM ഇൻഡോറിന്റെ റിപ്പോർട്ടാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, contextually relevant industry policy, creation and implementation, and impact evaluation study of the success of the year of enterprises initiatives. ഇത് മറ്റേ BBC കാശ് കൊടുത്ത് എഴുതിക്കുന്ന പോലെ BBC ആണല്ലോ. ഇപ്പൊ നിങ്ങൾ കണ്ടില്ല ചന്ദ്രചൂഡിന്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ എന്നാണ് നിങ്ങൾ പത്രപ്രവർത്തനത്തിൽ കാണണം BBC. വാട്ട് ഷാർപ്പ് ക്വസ്റ്റ്യൻസ്. എന്നാൽ ഉത്തരം കേൾക്കുമ്പോൾ അറിയാം 2 തിരിച്ചു ചോദിക്കാൻ നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷെ അവിടെ നിർത്തും. കാരണം ഉത്തരത്തിൽ തന്നെ തുറന്ന് കാട്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ പുതിയ ചോദ്യങ്ങളുടെ ആവശ്യമില്ല. നമുക്ക് വേണ്ടി 2-3 ചോദ്യം ചോദിക്കാൻ ഇനി ഉണ്ടല്ലോ എന്ന് തോന്നും, പക്ഷെ അതിന്റെ ആവശ്യമില്ല. അതാണ് BBC ഇപ്പോഴും. അത് അപ്പൊ BBC വരെ നമ്മൾ കാശ് കൊടുത്തിട്ടാണല്ലോ നേരത്തെ എഴുതിച്ചോണ്ടിരുന്നത്. ഇത് IIM ഇൻഡോറിന്റെ റിപ്പോർട്ടാണ്. ഈ റിപ്പോർട്ട് സഭയിൽ വെച്ചു, സാമാജികർക്ക് പരിപാടിയിൽ വെച്ചു. സഭയിൽ വയ്ക്കുന്ന സാമാജികരുടെ പരിപാടിയിൽ ഉൾപ്പെടെ വെച്ചു. ഇവിടെ IIM ഇൻഡോറിന്റെ ഡയറക്ടർ, ഈ സ്റ്റഡി നടത്തിയ ഹിമാൻഷു റായ്, പ്രശാന്ത് സാൽവാൻ, വളരെ പ്രശസ്തരായിട്ടുള്ള പ്രൊഫസേഴ്സാണ്. ഒരാൾ ഡയറക്ടറാണ്, IIM ഇൻഡോർ ഡയറക്ടറാണ്. നിങ്ങൾ ചിലപ്പോൾ ആരെങ്കിലും പങ്കെടുത്തിട്ടുണ്ടാവും. ഇവിടെ റിനൈസൻസിൽ വെച്ചിട്ട് നമ്മുടെ ബാംബു ഫെസ്റ്റിന്റെ ഉദ്ഘാടനത്തിന്റെ അന്നാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ഇന്ന് മുഴുവൻ വായിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇയർ ഓഫ് എന്റർപ്രൈസസ് കേരളത്തിൽ നടപ്പിലാക്കിയത്. അതിലിപ്പോ നമ്മൾ ഓരോ പഞ്ചായത്തിന് ഗ്രാമസഭ പോലെ സംരംഭക സഭ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കഴിയാറായി. ജനപ്രതിനിധികൾ എന്ത് ചെയ്യണം? ഇപ്പോൾ കൂടി അവിടെ ചെല്ലുന്നു. സംരംഭകർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് പഴയത് വല്ലതും ഇതിനകത്ത് നിങ്ങൾ പറഞ്ഞോ? ഇതെല്ലാം ഓരോ വർഷം പോവല്ലേ, ഓരോ വർഷം ചെല്ലല്ലേ. അപ്പൊ പഴയത് ഇപ്പോ ആദ്യത്തെ വർഷം വേണമെങ്കിൽ ഏതെങ്കിലും വിട്ടത് ഉൾപ്പെടുത്തിയെന്ന് കരുതാം. 2ാമത്തെ വർഷം പിന്നെ അങ്ങനെ വിട്ടുപോകും. ഞങ്ങളെല്ലാം കാണല്ലേ. അപ്പൊ ഇത് വലിയൊരു ക്യാമ്പയിൻ ആയിരുന്നു കേരളത്തിന്റെ. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഞങ്ങളുടെ ഹരികിഷോർ IAS ഇപ്പോ മസൂരിലേക്ക് വിളിച്ചിട്ടുണ്ട്.
ഈസ് ഓഫ് ഡൂയിങ്ങിന്റെ വി എന്റർപ്രൈസ്. ഞങ്ങൾ അമേരിക്കയിൽ 28-29 വാഷിംഗ്ടണിൽ എനിക്ക് ഇൻവിറ്റേഷൻ ഉണ്ട്, ഞങ്ങളുടെ സെക്രട്ടറിക്ക് ഉണ്ട് പേപ്പർ അവതരിപ്പിക്കാൻ. ഇതാണ് ഇയർ ഓഫ് എന്റർപ്രൈസ്, നോവൽ ഇന്നോവേഷൻ ഇൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അമേരിക്കൻ പബ്ലിക് സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, IIM ഇൻഡോർ, പ്രൈം മിനിസ്റ്ററുടെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ MSME സെക്ടർ, ഇത്രയും വർക്ക് ഞങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഞങ്ങളൊരു അമേച്ചർ സംവിധാനമായിട്ടല്ല, പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഇതുകൂടാതെ ഇവർക്ക് വിൽക്കാൻ K-സ്റ്റോറിൽ ഇപ്പോൾ സംവിധാനമുണ്ട്. 15 കോടിയോളം ഉൽപ്പന്നങ്ങൾ K-സ്റ്റോറിൽ വിറ്റിട്ടുണ്ട്. ഓൺലൈൻ സംവിധാനങ്ങളുണ്ട്. അപ്പൊ വലിയ ക്യാമ്പയിൻ, ഏതെങ്കിലും ചെറിയ കുറവ് ഞാൻ അന്നേ പറഞ്ഞു. പക്ഷെ ഇപ്പൊ എല്ലാം പക്കയാണ്. അതുകൊണ്ടാണ് ജിയോ ടാഗിങ് ഉൾപ്പെടെ നടത്തിയത്. ചില ചാനലുകൾ വലിയ ക്യാമ്പയിൻ നടത്തി. ലോകത്തിന്റെ ഇത്തരത്തിലെ മാധ്യമ പ്രവർത്തനത്തിൽ പുതിയ അധ്യായം വന്നപ്പോൾ നമ്മൾ ഒരു പുതിയ രീതിയിൽ ജിയോ ടാഗിങ് ഒക്കെ നടത്തി. ഇങ്ങനെയാണ് എന്നുള്ള എല്ലാത്തിന്റെയും ഫോട്ടോ ഉണ്ട്, എല്ലാത്തിന്റെയും. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ് അതില്ല, അങ്ങനെ സാധനം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ സഭയിൽ വിസ്തീരിച്ചല്ലോ, അദ്ദേഹത്തിനൊന്നും എനിക്കായിരുന്നല്ലോ, അദ്ദേഹം എനിക്കപ്പേരിക്കല്ലോ, ഞാൻ വഴങ്ങുമല്ലോ. ഇനി അദ്ദേഹം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനെ കുറിച്ച് പറയുന്ന അതല്ല, GDP ഇവിടെ ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം ഒന്നാമത് എത്തിയെന്നാണ് സർക്കാരിന്റെ ആദ്യ അവകാശവാദം. ഇതിനകത്ത് യഥാർത്ഥത്തിൽ 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. പുതിയ കണ്ടുപിടുത്തം വേണ്ട, ഞാൻ എന്താ പറഞ്ഞു നോക്കാം. പിറ്റേ ദിവസം നമ്മൾ വിചാരിച്ചാൽ എല്ലാവരും കൂടി നീങ്ങിയ അസാധ്യമായി ഒന്നുമില്ല എന്നതിന്റെ കൂടി തെളിവാണ് കേരളം 1-ാം സ്ഥാനത്തെത്തിയിട്ടുള്ള വ്യവസായ മേഖലയിലെ വളർച്ചയെന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്നലെ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രിമാരുടെ യോഗം വഹിക്കുന്നു. ആ യോഗത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതോടൊപ്പം തന്നെ ഗതിശക്തി പദ്ധതി, നമ്മുടെ ഇൻഡസ്ട്രിയൽ കോറിഡോറുകൾ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും അവസാനമാണ് കഴിഞ്ഞ വർഷത്തെ ഇതിന്റെ ഫലപ്രഖ്യാപനം വന്നിട്ടുള്ളത്. അതിൽ കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ റാങ്കിങ് നടത്തുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ ആളുകൾ ടോപ്പ് അച്ചീവേഴ്സ്, പിന്നെ അടുത്ത കാറ്റഗറി അച്ചീവേഴ്സ്, പിന്നെ ആസ്പിരൻസ്, പിന്നെ എമർജിംഗ് ബിസിനസ് സിസ്റ്റം എന്നുള്ളതാണ്. അപ്പൊ അതിൽ നമ്മൾ 20 വിലയിരുത്തൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ 28-ാം സ്ഥാനത്തായി. അന്ന് റാങ്കിങ് ആയിരുന്നു 1, 2, 3, 4. കഴിഞ്ഞ ഇത് മുതലാണ് ഈ 4 കാറ്റഗറിയെ തിരിച്ചത്. 4 കാറ്റഗറിയെ തിരിച്ചപ്പോഴും റാങ്കിങ് എന്ന നിലയിൽ നമ്മൾ അറിയിക്കേണ്ട അങ്ങനെയാണ് 15ആണെന്ന് നമുക്ക് മനസ്സിലായി. നമ്മളപ്പോ 3-ാമത്തെ കാറ്റഗറിയായിരുന്നു. ആസ്പിരൻസ് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ പട്ടികയിലാണ് നമ്മളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത്തവണ നമ്മൾ ടോപ്പ് അച്ചീവേഴ്സിലാണ്. അതിൽ 95% മുകളിൽ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുള്ള ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള 30 പരിഷ്കാരങ്ങൾ, അതിലെല്ലാം കൂടി 95% മുകളിൽ മാർക്ക് കിട്ടിയിരുന്നു. പ്രധാന കമ്പോണന്റ് എന്നുള്ളത് ഫീഡ്ബാക്കാണ്. സംരംഭകരും അല്ലാതെയുള്ള അവർ തെരഞ്ഞെടുക്കുന്ന സാമ്പിളുകളിൽ സർവേ വേണ്ടല്ലോ. എനിക്കവിടെ നിങ്ങളിത് മുഴുവൻ കൊടുക്കാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആശയക്കുഴപ്പം വന്നത്. ഇതിനെ വിസ്തരിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ മുതൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ല അത്, എന്നാൽ അവരുടെ ഇതിന്റെ ബ്രാക്കറ്റിൽ കാണാം ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ, BRAP ആണ്. കഴിഞ്ഞ തവണ നമ്മൾ അതിൽ നമ്മുടെ റിഫോം അനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ അച്ചീവർ ആകേണ്ടതായിരുന്നു. എമർജിംഗ്, ആസ്പിരന്റ്, അച്ചീവർ, ടോപ്പ് അച്ചീവർ. പക്ഷെ ഫീഡ്ബാക്ക് മോശമായി, 100% ഫീഡ്ബാക്കാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. റാങ്കിന് എലിജിബിൾ ആവും നമ്മൾ ഈ കാറ്റഗറിയിൽ ഇത്ര ശതമാനം 90% നടപ്പിലാക്കിയോ നമ്മൾ അച്ചീവർ 90+95 അച്ചീവറിലേക്കായി. നമ്മൾ അച്ചീവർ കാറ്റഗറിയിലായിരുന്നു നമ്മുടെ റിഫോംസ്. പക്ഷെ റാങ്ക് വരുമ്പോൾ 100% ഫീഡ്ബാക്ക് എടുക്കും. ഒരു ഏജൻസി ഉണ്ട്, അവർ ഓരോ സംരംഭകരും വിളിക്കും റാൻഡം.
എന്നിട്ട് അവരതിൽ നിന്ന് മാർക്കിട്ടിട്ടാണ് 95% മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലാണ് ടോപ്പ് അച്ചീവർ വരുള്ളൂ. 90% മുകളിൽ ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അച്ചീവറിലേക്ക് വരും. നമ്മൾ അച്ചീവർ റിഫോമിൽ വന്നു, ഫീഡ്ബാക്കിൽ നമ്മൾ ആസ്പിരന്റായി. അത്തവണ ആന്ധ്രയാണ്, അത്തവണ മാത്രമല്ല എല്ലാ തവണ ആന്ധ്രയാണ് വരുന്നത്. കഴിഞ്ഞ തവണ അവര് ഈ അച്ചീവർ ടോപ്പായിരുന്നു. അന്ന് അവർ കൊടുത്ത പരസ്യമാണത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്ക് നമ്പർ 1. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ അണ്ടർ BRAP 2020. ഇതിലുണ്ടോ? കണ്ടോ? In India, in business reforms action plan BRAP 2020 under ease of doing business. അപ്പൊ അത് ബർമുടയാണ്. കേരളത്തിൽ വരുമ്പോൾ പ്രശ്നമായി. ഇത് എല്ലാവരും എടുക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാ സ്റ്റേറ്റും നോക്കിക്കോളും. ആന്ധ്രയിൽ ഒരു പ്രതിപക്ഷവും ഇങ്ങനെയല്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്താൻ വായിച്ച് അറിവുള്ള പ്രതിപക്ഷ നേതാക്കന്മാരില്ലേ അവിടെ? കേരളത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഞങ്ങൾ ഇങ്ങനെ ആയില്ല എന്ന് സ്ഥാപിക്കാൻ പത്രസമ്മേളനം നടത്തും. അതാണ് ഞാൻ പറഞ്ഞത്. കേരളീയരും കേരള വിരുദ്ധരോ കേരള ശത്രുക്കളോ, കേരളവും കേരളത്തിന്റെ പ്രതിപക്ഷവും എന്ന നിലയിലേക്ക് മാറി. ഇത് നിങ്ങൾ നോക്കി പരസ്യം ഞങ്ങൾ കൊടുത്തില്ല, കാശ്യത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരുന്നു. ഓൾ ഇന്ത്യ കൊടുത്തില്ല, കേരളത്തിൽ കൊടുത്തു. റാങ്ക് നമ്പർ 1 ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ചന്ദ്രബാബു നായിഡു ദാവോസിൽ കണ്ടപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞൊരു കാര്യം, ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇൻഡസ്ട്രീസ് മിനിസ്റ്റേഴ്സിന്റെ കോൺഫറൻസിൽ ഒരു ചെറിയ വീഡിയോ ഓരോ സ്റ്റേറ്റിനും വയ്ക്കും. ദെൻ 3 മിനിറ്റ് മന്ത്രിമാർ പ്രസംഗിക്കും. ആന്ധ്രയുടെ വീഡിയോയിൽ ചന്ദ്രബാബു നായിഡു പറയുന്നത്, ഈ റാങ്കിങ് തുടങ്ങിയ അന്ന് മുതൽ ഞങ്ങളാണ് നമ്പർ 1. ഇടയ്ക്ക് ഞാൻ മാറി, ഇപ്പൊ വീണ്ടും ഞാൻ വന്നു, ഇനി ഒരിക്കലും ഇത് വിട്ടുകൊടുക്കില്ല എന്നാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് പീയൂഷ് ഗോയൽ ഇത് പ്രഖ്യാപിക്കുന്നത്. 1, 2, 3 എന്നല്ല പ്രഖ്യാപിക്കാം. ഈ ടോപ്പ് അച്ചീവറിൽ 9 എണ്ണത്തിൽ നമ്മൾ ഏറ്റവും മുകളിൽ വന്നു, 5 എണ്ണത്തിൽ AP മുകളിൽ വന്നു, 3 എണ്ണത്തിൽ ഗുജറാത്ത് മുകളിൽ വന്നു. അതാണ് ടോപ്പ് അച്ചീവറിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അതാണ് കഴിഞ്ഞ ഇതേപോലെ ആന്ധ്ര വന്നു. നമ്മളിത് ആദ്യത്തേനും വന്നില്ല, രണ്ടാമത്തേനും വന്നില്ല, മൂന്നാമത്തേനും വന്നില്ല. അപ്പോ ആരെങ്കിലും പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം 15ാം റാങ്ക് ആയി എന്നുള്ളത് തെറ്റാണ്. ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വേൾഡ് ബാങ്ക് പണ്ടേ നിർത്തിയതാണ്. ഇവര് പറയുന്നത് കേരളത്തിൽ വ്യവസായം വരാതിരിക്കാനാണ്, 15 അല്ല എന്ന് ഒരു പ്രതിപക്ഷത്തിന്റെ ആരെങ്കിലും ഇപ്പൊ പറയുന്ന പോലെ പറഞ്ഞോ? മെച്ചപ്പെട്ടപ്പോ നേരെ ഇത് അങ്ങനെയല്ല. ഇപ്പൊ ആന്ധ്രാപ്രദേശ് നോക്കുക, അവരതൊരു അവസരം ഉപയോഗിച്ചു, ഒറ്റക്കെട്ടായിട്ട് ഉപയോഗിക്കുകയുണ്ടായി. ഇതാണ് ഞാൻ നിയമസഭയിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം വേണ്ടിയിട്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ വിസ്തീരിച്ചു കൊടുക്കാമായിരുന്നു. പിന്നെ ഇന്നലെ പുറത്തിറങ്ങിയ കുറെ റിപ്പോർട്ടുകളുണ്ട്, എല്ലാം ഞാൻ വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾ കൊടുക്കാൻ സമയമില്ലല്ലോ നിങ്ങൾക്ക്. ഇന്നലെ പുറത്തിറങ്ങിയ പുതിയ റിപ്പോർട്ടുണ്ട്, പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ വായിക്കാവുന്നതാണ്. ശശി തരൂർ വേണമെങ്കിൽ ഇംഗ്ലീഷിലാണത്. അതിൽ ഇന്ത്യാസ് പീരിയോഡിക്കൽ ലേബർ ഫോഴ്സസ് സർവേ 23-24 ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ പറയുന്നത് നമ്പർ ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ കേരള ഗ്രൂ ഫ്രം 1.1 crore in 2017-18 to 1.40 crore in 23-24, marking a substantial increase. 1.14 കോടി തൊഴിലാളികളിൽ നിന്ന് 1.49 കോടിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇത് അതിൽ തന്നെ അടുത്ത ഭാഗത്ത് നോക്കിയാൽ ഹയർ ഷെയർ ഓഫ് റെഗുലർ വർക്ക്. ഈ PLFS 23-24 ഷെയർ ഓഫ് റെഗുലർ വർക്കേഴ്സ് among total employment persons in Kerala has risen to 44% in 23-24 from 26% in 11-12. കേരളത്തിലെ തൊഴിൽ ശക്തിയുടെ 26% 11-12 സ്ഥിരം തൊഴിലാളികൾ, 23-24 അത് 44% വർദ്ധിച്ചു. രാജ്യം എവിടെ നിൽക്കുന്നു? ദ നാഷൻ റിമെയിൻസ് ഓൺലി 25% ഇൻ ഇന്ത്യ ആസ് എ ഹോൾ. രാജ്യത്ത് നേരത്തെ 25 ഇപ്പോൾ 25 തന്നെ. കേരളത്തിൽ നേരത്തെ 26 ആയിരുന്നു, ഇപ്പോ അത് 44. അതിൽ തന്നെ പറയുന്നത് വുമൻ പാർട്ടിസിപ്പേഷൻ റെഗുലർ വർക്ക്. ദ ഷെയർ ഓഫ് വുമൻ ഇൻ റെഗുലർ വർക്ക് ഇൻ കേരള 59% is much higher than the national figure only 20%. ഇന്ത്യയിലെ സ്ഥിരം തൊഴിലാളി 20% സ്ത്രീകളുടെ സ്ഥിരം തൊഴിലുണ്ടെങ്കിൽ
കേരളത്തിൽ അത് 59%. എല്ലാ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളും സൈറ്റിൽ പോയി കിട്ടും PLFS. അപ്പൊ ഇത് കാണിക്കുന്നത് എന്താ? സംഘടിതമായ തൊഴിലാളികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്നു എന്ന് വെച്ചാൽ ഓർഗനൈസ് സെക്ടറിലേക്ക് കേരളത്തിന്റെ മാനുഫാക്ചറിംഗ് മേഖലയിൽ വളർച്ച ഉണ്ടാകുന്നു. ഇത് ട്രേഡ് എല്ലാം ഉണ്ട്, സർവീസ് എല്ലാം ഉണ്ട്. പക്ഷേ നിങ്ങൾ കാണേണ്ടത് കേരളത്തിന്റെ മാനുഫാക്ചറിംഗ് സെക്ടറിലേക്ക് ഇൻഡസ്ട്രിയുടെ സ്വഭാവം മാറുന്നു. ഇതിന്റെ നേട്ടം നിങ്ങൾ നോക്കിക്കോളൂ, 6-7 വർഷം കഴിയുമ്പോൾ കേരളത്തിൽ കൃത്യം കിട്ടുള്ളൂ. ഇപ്പൊ ഈ മാറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 6-7 വർഷം കഴിയുമ്പോൾ കേരളം ഇതിൽ നിന്ന് വലിയൊരു ചാട്ടായിരിക്കും. GDP ആകാം, എംപ്ലോയ്മെന്റ് ജനറേഷൻ ആകാം, നമ്മുടെ എക്സ്പോർട്ടിൽ പിന്നെ മാറ്റം വരുന്നുണ്ടല്ലോ. ഇതാണ് കേരളം. നമുക്ക് നല്ല തോതിൽ തന്നെ മുന്നേറാൻ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഈ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിച്ച് കേരളത്തെ ഇങ്ങനെ വഞ്ചിക്കാൻ പാടുന്നു. പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ് സമ്മിറ്റിലേക്ക് 10-25 രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികൾ വരുന്നു. എല്ലാവരും വരുമ്പോൾ ഇവിടെ തെറ്റാണ്, ഇവിടെ ഒന്നുമല്ല, ഇവർ പറയുന്നതെല്ലാം നുണയാണ്, കള്ളമാണ്, ചീട്ടുകൊട്ടാരം ഞാനിതാ പൊളിച്ചിടുന്നു. ഏത് ചീട്ടുകൊട്ടാരം? വസ്തുതകളല്ലേ ഇത്? ഇത് നല്ല ഉറച്ച കോൺക്രീറ്റിൽ മലബാർ സിമെന്റ് വെച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണെന്ന്. അല്ലാതെ ചീട്ടുകൊട്ടാരം നല്ലത് നന്നായി ഉറപ്പിച്ചിട്ടുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ ഓരോ കാര്യങ്ങളും. എല്ലാം ഡാറ്റ ആയിട്ട് വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ IT എല്ലാം ഞാൻ പറയുന്നില്ല, അത് CMന്റെ വകുപ്പാണെങ്കിൽ പോലും നമ്മൾ നുണകൾ പറയുന്നതിന് ഒരു അതിര് വേണ്ടേ? ഈ റിപ്പോർട്ടിൽ അദ്ദേഹം പറയുന്ന ഭാഗമുണ്ട്, അതിലുണ്ടോ ആ കോവിഡിനെ കുറിച്ചുള്ള ഒരു സിദ്ധാന്തം? ഐടിയുടെ വളർച്ച 2012-13 285 കമ്പനി ഉണ്ടായിരുന്നു. സ്റ്റാർട്ടപ്പ് 2015-16 പിന്നെ എടുക്കാം. സ്റ്റാർട്ടപ്പ് എല്ലാം ഞാൻ എടുക്കുന്നില്ല കേട്ടോ. ഇത് പറയാം, സ്റ്റാർട്ടപ്പ് അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. സ്റ്റാർട്ടപ്പിന്റെ കാര്യം പറയാം. നമ്മൾ എന്താ പറയുന്നത്? ഇക്കോസിസ്റ്റം അല്ലെ? സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ 2021 മുതൽ താരതമ്യം ചെയ്യുമ്പോൾ 254% വാർഷിക വളർച്ച രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ കണക്ക്. ഇക്കോസിസ്റ്റത്തിൽ ഇപ്പോ യഥാർത്ഥത്തിൽ വളരെ വിചിത്രമായ ഒരു താരതമ്യമാണിത്. 2ാം വലിയ സർക്കാരിന്റെ 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്ന വളർച്ച 1ാം സർക്കാരിന്റെ അവസാന 3 വർഷ കാലയളവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ 254% എന്താ കാര്യം? 2019-21 താരതമ്യപ്പെടുത്തിയിരിക്കുന്നത്. 2019-21 വല്ലതും പറയുന്നത് അതല്ലേ? ആ റിപ്പോർട്ടൊന്നും എടുത്തു നോക്കിയ റിപ്പോർട്ട് അതല്ല മറ്റേ ഇല്ല. ഓക്കെ. ഇതെന്താ വെച്ചാൽ അദ്ദേഹം ഈ വേണ്ടത്ര ഈ ചെറിയ പോയിന്റ് കണ്ടിട്ടില്ല, വലിയ പോയിന്റേ കണ്ടിട്ടുള്ളൂ. നമ്മൾ ഈ ശതമാനം എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത് താരതമ്യത്തിന് വേണ്ടിയാണ്. ഈ ഇത് കേരളത്തിന്റെ പല കാലങ്ങളെ കുറിച്ചുള്ള താരതമ്യമല്ല. ഇത് നിങ്ങൾ നോക്കിയാൽ, ഞാനത് എനിക്ക് എടുത്തിടാൻ പറ്റിയില്ല, ഒരു ചെറിയ കാണുന്നില്ലേ? കന്നഡയുടെ കുറച്ച് പോയിന്റ് കൂട്ടിയാലേ വായിക്കാൻ പറ്റുള്ളൂ. ഇവിടെ കണ്ടില്ല അടിക്കുറിപ്പ്? ഞാനത് വലുതാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഗ്ലോബൽ ആവറേജ് 46%, കേരള ആവറേജ് 254%. അദ്ദേഹം പറഞ്ഞ എന്താ? ബേസ് ഇയർ ഏതാ? കോവിഡിൽ എന്തെങ്കിലും തുടങ്ങിയോ? പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോവിഡ് ലോകത്തെ ബാധിച്ച ഒരു മഹാമാരിയാണ്, ഒരു കേരള മഹാമാരി ആയിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് ശരിയാകുമായിരുന്നു. കേരളത്തിൽ മാത്രം ഒരു കോവിഡ് ഉണ്ടായി, അതുകൊണ്ട് കേരളത്തിൽ മാത്രം അന്നൊന്നും തുടങ്ങിയില്ല, അതുകൊണ്ട് കേരളത്തിന്റെ ആ ബേസ് ഇയർ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ വലുതുണ്ടാവും, ലോകത്തൊന്നും മഹാമാരി ഉണ്ടായില്ല, അതുകൊണ്ട് ലോകത്തെ ബേസ് ഇയർ ഇത് തന്നെ എടുക്കുമ്പോൾ 46% വരും. ഇത് അടിസ്ഥാനമായിട്ടുള്ള ഒരു ധാരണയുള്ള ആരെങ്കിലും പറയുന്ന വാദമാണോ? 254% അടി കൊടുക്കാനേ ഗ്ലോബൽ ആവറേജ് 46%. കേരളീയൻ എന്ത് ചെയ്യണം? നോക്കൂ, ലോകത്ത് കോവിഡ് കഴിഞ്ഞിട്ടുള്ള കയറ്റത്തിൽ ലോകത്ത് പല പ്രതിസന്ധി ഉണ്ടായി. അതുകൊണ്ട് പുതിയ വ്യവസായങ്ങൾ കോവിഡിന് ശേഷം അധികം വരുന്നില്ല.
ലോകത്തത് 46% ആണ് അതിന്റെ വളർച്ചാ നിരക്ക്. എന്നാൽ എന്റെ കേരളം 254% വളർന്നു എന്ന് അഭിമാനിക്കേണ്ടതിന് പകരം ഈ ഭാഗം കാണാതെ കൊച്ചുകുട്ടി പോലും പറയാത്ത ഒരു താരതമ്യമായിട്ട് വരുമ്പോൾ എത്രമാത്രം ഈ നാടിനോടുള്ള ശത്രുതയുണ്ട്. ഇത്രയും കേരളത്തെ ശത്രുതയാക്കാൻ പാടുണ്ടോ? ഞാനിതൊന്നും ഇപ്പൊ പറയുന്നത് ഈ അന്തരീക്ഷത്തിൽ ഇതൊന്നും വരാൻ പാടില്ല. ഇത് നമ്മുടെ നേട്ടമല്ലേ? ഇന്ന് 46 ആവറേജ് എപ്പോഴും ബേസ് ഇയർ ഒരേപോലെ എടുക്കുള്ളൂ. കേരളത്തിൽ 19-20 ആണെങ്കിൽ ലോകത്തിന്റെ 19-20 ആയിരിക്കും. ദാറ്റ് ഈസ് എ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ലോകം 19-20 എടുക്കുമ്പോൾ 46% വളർന്നു. കേരളം 19-20 എടുത്തപ്പോ 246% വളർന്നു. മലയാളി അഭിമാനിക്കണ്ടേ? അതിനകത്ത് ഇത് LDFന്റെ ആളുകൾ മാത്രമാണ് ജോലി ചെയ്യുന്നത്. മിക്കവാറും രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത കുട്ടികളായിരിക്കും ജോലി ചെയ്യുന്നത്. ഇത് നാടിനാകെ വന്ന നേട്ടമാണ്. ആ നേട്ടം അങ്ങനെ എടുക്കേണ്ടതിന് പകരം എങ്ങനെ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്? ഇപ്പൊ നോക്കൂ, സ്റ്റേറ്റ് റാങ്കിങ്ങിൽ വന്നോ? അത് വലുതായി എന്നെ മുകളിലൊന്ന് വലുതാക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അവിടെ ഇവിടെ പ്ലസ് ആ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ക്യാമറകളൊന്ന് സൂം ചെയ്ത് അങ്ങോട്ട് എടുത്ത് നോക്കി. 254%-അടിയിൽ ഗ്ലോബൽ ആവറേജ് 46%. ഇദ്ദേഹം കണ്ടിട്ടുണ്ടാവില്ല. ഈ ചെറിയ പോയിന്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്യാൻ പറഞ്ഞു. ഗ്ലോബൽ ആവറേജ് 46%, കേരള ആവറേജ് 254%. ശതമാനം സാധാരണ വിശകലനത്തിനെടുക്കുന്നത് ഒരേ സ്വഭാവത്തിലായിരിക്കും. ഒരു രാജ്യമാകാം, ഒരു പ്രദേശമാകാം, കാലമാകാം, എല്ലാം ഒരേപോലെ ആയിരിക്കും. എങ്കിലും കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ 46%, അപ്പൊ കുറെ കൂടി വലുതായി. 46%, 254%. ഇത് കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി ഓരോ മലയാളിക്ക് അഭിമാനിക്കേണ്ടതാണ്. ഇന്ത്യൻ റാങ്കിങ് നോക്കിക്കോ. ഇന്ത്യൻ റാങ്കിങ്ങിൽ ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. വേറെ PDF, ആ PDF അല്ല, വേറെ PDF. അതല്ല. സ്റ്റാർട്ടപ്പ് റാങ്കിങ് നേരത്തെ 21 നമ്മൾ എവിടെ കിടന്ന് നോക്കണം. താഴെയായിരുന്നു. ഗുജറാത്ത്, കർണാടക, മേഘാലയായിരുന്നു ബെസ്റ്റ് പെർഫോമൻസ്. 19 ആൻഡമാൻ മുതൽ 18 ഗുജറാത്താണ്. ഇപ്പൊ നോക്കൂ, ഇപ്പൊ കേരളം ഇത് 21. വീണ്ടും ഈ വർഷത്തെ നെക്സ്റ്റ് അടുത്തതിലായിരിക്കും ബെസ്റ്റ് പെർഫോമർ. ഈ വർഷം കേരളം ബെസ്റ്റ് പെർഫോമറായി. നേരത്തെ ടോപ്പ് അച്ചീവർ ആയിരുന്നു. ഇത്തവണ IT. ഗുജറാത്ത്, കർണാടക, കേരള, തമിഴ്നാട്. നമ്മൾ ആദ്യമായിട്ടാണ് ബെസ്റ്റ് പെർഫോമർ. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള നേട്ടമായിട്ട് മാത്രം കാണണ്ട. ഇത് കേരളത്തിനായുള്ള നേട്ടമാണ് ബെസ്റ്റ് പെർഫോമർ എന്ന നിലയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതൊക്കെ കാണാതെ ഒരു കേരള വിരുദ്ധ പ്രചാരവേലയ്ക്ക് പ്രതിപക്ഷ നേതാവ് നേതൃത്വം നൽകുന്നത് ഈ ഘട്ടത്തിൽ അങ്ങേയറ്റം തെറ്റായ പ്രവണതയാണ്, നാടിനോടുള്ള ദ്രോഹമാണ്. കുറെ സമയം എടുത്തുകൊണ്ട് തന്നെ മറ്റു കാര്യങ്ങളിൽ IT അദ്ദേഹം പറയുന്നുണ്ട്. ടെക്നോ പാർക്കിൽ മാത്രമാണ് പറയുന്നത്. ടെക്നോ പാർക്ക് ഇപ്പോൾ സ്ഥലമില്ലാത്തതുകൊണ്ട് കിൻഫ്രയിലാണ് ഞങ്ങൾ ഇപ്പോൾ ടാറ്റ എലക്സിക്ക് ഇപ്പോൾ 2.5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കൊടുത്തു. അടുത്ത 1.5 ലക്ഷം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാ പാർക്കും ഞങ്ങൾ ഉണ്ടാക്കിയത്. 90-ൽ നായനാരാണ് ടെക്നോ പാർക്ക് തുടങ്ങുന്നത്. ഇൻഫോ പാർക്ക് അവരുണ്ടാക്കി, അത് വിൽക്കാനും നോക്കി വലിയ സമരം നടത്തിയിട്ട് ഞങ്ങളെല്ലാം മനുഷ്യത്തെങ്ങനെ പിടിച്ച അവിടെ. പിന്നെ എല്ലാ ഇൻഫോ പാർക്കുകളും ഇപ്പോൾ ഇടനാഴിയെല്ലാം ഇടതുപക്ഷം ഉണ്ടാക്കിയതാണ്. ഇത് അദ്ദേഹം പറയുന്നത് കേട്ടു. ഈ വ്യവസായ മന്ത്രി മെട്രോക്കെതിരെ സമരം ചെയ്തതല്ലേ? അന്നത്തെ പത്രക്കാരാരോ ഉള്ള ഇവിടെ? ഞാൻ പുതിയ തലമുറയാണ് അല്ലേ? ഉണ്ടോ? നിങ്ങൾ വെറുതെ PRS പോയിട്ട് പാർലമെന്റ് നോക്കിയാൽ മതി. അദ്ദേഹം പുതിയ തലമുറയെന്ന് വിചാരിച്ചിട്ടാ. ഈ ശ്രീധരൻ എന്താ അദ്ദേഹം പറഞ്ഞ എന്നെ കുറിച്ച്? രാജീവാണ് ആദ്യമായിട്ട് ഒരു മനുഷ്യ സംഘടന സംഘടിപ്പിച്ചത്. അന്ന് ഞാൻ അതിനെ അത്രയ്ക്ക് അപ്പോയി ചെയ്തില്ല. ഇതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത്.
ഇപ്പോഴാണ് മനസ്സിലായത് അത് നവരെങ്കിൽ അന്ന് നിയമാസം കിട്ടിയില്ലായിരുന്നു. PSC തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി DMRS ഒഴിവാക്കുന്നതിന് വേണ്ടി വലിയ നീക്കം നടന്നു. അതിനെതിരെ വമ്പിച്ച ജനകീയ സമ്മർദ്ദം കേരളത്തിലും കൊച്ചിയിലും ഉയർന്നു വരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെയും DMRS ഉൾപ്പെടുത്താൻ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ നിർബന്ധിതമായത്. അതുകൊണ്ട് മാത്രമാണ് ഈ പദ്ധതി ഇപ്പോൾ സമയബന്ധിതമായി അഴിമതിരഹിതമായി പൂർത്തീകരിച്ചത്. അദ്ദേഹം എന്താ പറഞ്ഞ കാണിക്കേണ്ടല്ലോ, നിങ്ങൾ കേട്ടല്ലോ. എന്താ എന്നാലും കേൾക്കുന്നതല്ലോ. പ്രതിപക്ഷ നേതാവ് പറയാം, വാട്സപ്പ് ഗ്രൂപ്പിലാണല്ലോ പറഞ്ഞോട്ടെ, പ്രതിപക്ഷ നേതാവ് പറയാൻ പാടില്ല. പോട്ടെ. അപ്പോ വ്യവസായ മന്ത്രിയാണല്ലോ മെട്രോയ്ക്കെതിരെ സമരം ചെയ്തു. മെട്രോയ്ക്ക് ചിലപ്പോൾ മാറിപ്പോയതായിരിക്കും പറഞ്ഞപ്പോൾ, മെട്രോയ്ക്ക് വേണ്ടി സമരം ചെയ്തതെന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണ് ജസ്റ്റിസ് VR കൃഷ്ണസ്വാമി അധ്യക്ഷനും ഞാനുമായി കൺവീനറുമായി ജനറൽ കൺവീനർ, ഞാനന്ന് അദ്ദേഹം പറഞ്ഞൊരു പാർട്ടി സെക്രട്ടറി അല്ല, പാർലമെന്റ് മെമ്പറാണ്. ഞങ്ങൾ ഒന്നിച്ച് ഡൽഹിയിൽ മൻമോഹൻ സിംഗിനെ വരെ കാണാൻ പോകുന്നത് മെട്രോ അനുമതിക്ക് വേണ്ടിയാണ്. മൻമോഹൻ സിംഗിനെ കാണാൻ ജസ്റ്റിസ് VR കൃഷ്ണയ്യയുടെ അവസാനത്തെ യാത്രയാണ്. നിങ്ങൾ ഡൽഹിയിലുണ്ടോ? ഇല്ല. ഇദ്ദേഹം ഡൽഹിയിലുണ്ട്, ഓർമ്മയുണ്ടല്ലോ അല്ലേ? അല്ലാണ്ട് മെട്രോയ്ക്ക് പാടില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ കൃഷ്ണസ്വാമി അവസാനം അങ്ങോട്ട് പോയി. അവിടെ പോയിട്ട് ഈ മനുഷ്യൻ ഈ ഓന്തിന്റെ ഓർമ്മയെന്ന് കരുതിയിട്ട് ഇതൊക്കെ പറയുന്നത് പെട്ടെന്ന് മറന്നു പോകുന്നല്ല. ഇതെല്ലാം പഴയ പോലെ അല്ല, എല്ലാം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ. അന്ന് ഞങ്ങൾ സമരം നടത്തി, സിംഗപ്പൂർ കമ്പനിക്ക് കൊടുക്കാൻ ശ്രമം നടന്നു. ഇവിടെ നിന്ന് കമൽനാഥ് ഉൾപ്പെടുന്നു. അന്നത്തെ കൊച്ചി ഉണ്ടായിരുന്ന പത്രക്കാർക്ക് അറിയാം, ലേബർ ഡിന്റെ വലിയ മീറ്റിംഗ് നടന്നു. ഏറ്റവും ഒടുവിലാണ് DMRCക്ക് കൊടുക്കാൻ തീരുമാനിച്ചത്. നാട് ആഗ്രഹിച്ചായിരുന്നു. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, അന്ന് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി. ഇതൊക്കെ മെട്രോയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളാണ്. മെട്രോയ്ക്ക് എതിരല്ല, മെട്രോയ്ക്ക് വേണ്ടി. ഇതൊക്കെ കേരളത്തിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും. ഇത്രയും കഠിനത്തിൽ ഇപ്പൊ ഞാൻ ഇൻവെസ്റ്റ് സമ്മിറ്റിന്റെ 24x7 പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഇതെല്ലാം പറയേണ്ടി വരുന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ മറ്റത് എന്നെ സംബന്ധിച്ചാകാൻ ഇടയില്ല. കാരണം ഗെയില് ഞാൻ വിസ്തീരിച്ച് പോയതാണ്. അതുകൊണ്ടായിരിക്കും പേര് പറയാതെ അദ്ദേഹം പറഞ്ഞു. ഇതെല്ലാം സഭയിൽ പറയുമ്പോൾ എഴുന്നേറ്റ് അപ്പം ഞങ്ങൾ കാര്യങ്ങൾ വിസ്തീരിച്ച് വ്യക്തത വരുത്തുമായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പ്രചാരവേലകൾ നമ്മുടെ നാടിന് പൊതുവെ ഗുണം ചെയ്യുന്നതല്ല. കേരളം വ്യവസായ സൗഹൃദത്തിൽ ഏറ്റവും മികച്ച സംസ്ഥാനമായി മാറി എന്ന് വെച്ച് വ്യവസായത്തിൽ ഒന്നാമതല്ല. ഞാൻ ഈ പത്രസമ്മേളനമൊക്കെ പറയുന്നുണ്ട്, വ്യവസായത്തിൽ നമ്മൾ ഒന്നാമതായോ? ഇല്ല. വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടായി, അത് കയറാനുള്ള പടിയായി. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് നിങ്ങളും വരാണെങ്കിൽ നാളെ ഒരു ടൂർ നടത്താം. നാളെ തിരുവനന്തപുരത്ത്, മറ്റന്നാൾ. ഈ ഒരു വർഷത്തിനുള്ളിൽ കൊച്ചിയിൽ വന്നിട്ടുള്ള പ്രധാന വ്യവസായങ്ങൾ ഏതൊക്കെയാണ്? ഒരു വർഷത്തിനുള്ളിൽ മാത്രം ഒന്ന് വേണമെങ്കിൽ സഞ്ചരിച്ചു നോക്കാം. നിങ്ങളെ വാർത്തകളൊക്കെ വേണ്ടത്ര കൊടുക്കാത്തതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനത് ഓർമ്മ കിട്ടാത്തത്. ഓരോന്നും നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും വർഷം വരില്ലായിരുന്നു. എത്ര സ്ഥാപനങ്ങൾ ഇവിടെ വന്നു ഈ കൊച്ചി. IBMന്റെ 100-ലധികം നീണ്ട ചരിത്രത്തിൽ ആദ്യമായി 2 വർഷത്തിനുള്ളിൽ 2 ക്യാമ്പസ് വന്നില്ലേ? മാനുഫാക്ചറിങ് മേഖലയ്ക്കകത്ത് ഏതെല്ലാം കമ്പനികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ വിഴിഞ്ഞത്തിന്റെ പൊട്ടൻഷ്യൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇത് വെച്ച് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ ഇവരിതേ തമ്മിൽ തല്ലുന്നത്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുള്ള കാര്യമല്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരുള്ള കടുത്ത ദ്രോഹമാണ്. ഇന്ന് ഞാൻ രാജഗിരി പരിപാടി പങ്കെടുത്തു. കോളേജ് എന്റർപ്രനേഴ്സ്, അവിടെ ക്യാമ്പസ് ഓൺ ഇൻഡസ്ട്രി. ഇനി നാളെ പ്രതിപക്ഷ നേതാവിന് വേണമെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ എടുക്കുന്നില്ല. കേരളത്തിന്റെ ഹയർ എഡ്യൂക്കേഷൻ നിങ്ങളാരും ഇന്ന് ഹിന്ദു കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ ബെസ്റ്റ് പെർഫോമറാണ് ഈ വർഷത്തെ നീതി ആയോഗ് എൻറോൾമെന്റിൽ, മറ്റു കാര്യങ്ങളിൽ. ഞാൻ ഈ കോളേജിൽ പോയപ്പോൾ ഇന്ന് 17 വിദേശ രാജ്യങ്ങളിലെ കുട്ടികളുണ്ട്. ഇന്ന് അവിടെ പരിപാടിക്ക് 48 രാജ്യങ്ങളിലെ കുട്ടികളാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. അപ്പൊ എല്ലാ മേഖലയിലും കേരളം മുന്നേറാണ്. നല്ല കണക്ടിവിറ്റി വരുന്നു. ഈ കണക്ടിവിറ്റി ഞാൻ എപ്പോഴും പറയും, കേരളം ലോകത്തിലെ ഏറ്റവും വലിയ നഗരമാണ്. 49% ഇപ്പോൾ അർബൻ പോപ്പുലേഷനാണ്. അത് അധികം വൈകാതെ 78-80 എത്തും. നല്ല കണക്ടിവിറ്റി, വാട്ടർ വേ, കഴിഞ്ഞ ഒരു തുടർച്ചയാണല്ലോ ഗവൺമെന്റ്. അതുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ വന്ന വികസനം, നല്ല രീതിയിൽ വന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ഇങ്ങോട്ട് ഇൻവെസ്റ്റേഴ്സ് വരികയാണ്. നിങ്ങൾ നോക്കിക്കോളൂ. ഇനിയിപ്പോ എന്റെ സംശയം ഇതൊക്കെ ഇവരുടെ ഇടയിൽ വിവാദം ഉണ്ടാക്കുന്നത് ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണോ? അതൊരിക്കലും ചെയ്യരുത്. ഏത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് 22-23 കഴിഞ്ഞ് ഇനിയും ചർച്ച ചെയ്യാം. ഇപ്പൊ കേരളം ഒരു കുതിച്ചാട്ടത്തിലാണ്. അതാണ് ഉറങ്ങിക്കിടന്ന ആ ആനയിൽ നിന്ന് എങ്ങനെയാണ് ഒരു വിരിങ്ങിയ കടുവയിലേക്ക് കേരളം മാറിയെന്ന് ശ്രീ ശശി തരൂർ പറഞ്ഞിട്ടുള്ളത്. അത് വളരെ പ്രസക്തമാണ്. അതേ വിഴിഞ്ഞ കോൺക്ലേവിൽ മുഴുവൻ സമയം പങ്കെടുത്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 കമ്പനികളുടെ
ഏറ്റവും ടോപ്പ് ലെയർ ആളുകൾ വന്നു, കടലിൽ അദ്ദേഹം പങ്കെടുത്തു. ഇപ്പം ഞങ്ങൾ മൊത്തം സംരംഭകർ സമൂഹത്തോട് അവരാണ് വ്യവസായം നടത്തുന്നത്. പിന്നെ ഒരു മിനിറ്റ് കൊണ്ട് കഴിയോ? നമ്മുടെ വേറെ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്, രാജീവ് എന്തൊക്കെ പറയുന്നു, നിയമസഭയിൽ ഇരുന്നാൽ മതി, നിയമസഭയിലെ കാര്യങ്ങൾ പഠിച്ചാൽ മതി. അദ്ദേഹവും ഞാനും ഇരുന്നിട്ടാണ് ഇപ്പോൾ ഒരു ഭേദഗതി വരുത്തി. നേരെ അപേക്ഷ കൊടുത്താൽ 3 വർഷമായിട്ട് നേരത്തെ 3.5 വർഷം വരെ ഒരു ലൈസൻസും ഇല്ലാതെ പ്രവർത്തിക്കാം. നമ്മൾ ഇത് 1 മിനിറ്റ് കൊണ്ട് പ്രവർത്തിക്കാന്ന് പറയുന്നത് എങ്ങനെയാ? കേരള നിയമസഭ പാസ്സാക്കിയ നിയമമാണ്. ഇത് പാസ്സാക്കിയപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതിൽ ഭേദഗതി വരുത്തിയപ്പോഴുള്ള പ്രതിപക്ഷ നേതാവാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ഭേദഗതി ഒന്നുകൂടി നമ്മൾ മാറ്റി. നേരത്തെ അക്നോളജ്മെന്റ് സർട്ടിഫിക്കറ്റ് ആയിരുന്നു, അത് മതിയായിരുന്നു. എന്നുവെച്ചാൽ ബാങ്കുകൾ കൊടുക്കുന്നില്ല, ഇപ്പോ ബാങ്കുകളുടെ വേണ്ടി പ്രിൻസിപ്പൽ അപ്രൂവലാക്കി ഒരു മാറ്റം വരുത്തി. നേരത്തെ 3 വർഷം കഴിഞ്ഞ് 6 മാസത്തിനുള്ളിലായിരുന്നു ലൈസൻസ് നേടേണ്ടത്. അപ്പൊ ചിലപ്പോൾ 6 മാസം ടെൻഷൻ ഉണ്ടാവും, പഞ്ചായത്തിൽ കയറണം. ഇപ്പൊ അത് മാറ്റി 3.5 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ലൈസൻസ് എടുത്താൽ. നിയമസഭ പാസ്സാക്കിയതാ, ആ നിയമമാണ്. അദ്ദേഹം കൂടി കൈ ഉയർത്തി പാസ്സാക്കിയ നിയമമാണ്. അപ്പൊ അവരെന്താ പറയണ്ടേ? ഞങ്ങൾ കൂടി പിന്തുണച്ചു. കേരളത്തിൽ 2 മിനിറ്റ് കൊണ്ട് വ്യവസായം നടത്താൻ കഴിയുന്ന സാഹചര്യം 3.5 വർഷത്തേക്കെങ്കിലും കഴിഞ്ഞത് പ്രതിപക്ഷം കൂടി പിന്തുണച്ചുകൊണ്ടാണ്. അതുകൊണ്ട് വ്യവസായത്തിൽ അതിവേഗതയിൽ കാര്യങ്ങൾ നടത്താൻ ഞങ്ങൾ ഗവൺമെന്റിനൊപ്പമാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയ വിമർശനം ഉണ്ടാവും. ഇതാണ് കേരളം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ വെറുതെ ബാങ്കിന്റെ നോക്കിയോ, SLBC 48,000 കോടിയായിരുന്നു MSMEയിലെ ക്രെഡിറ്റ് എന്നുള്ളത്, ഔട്ട്സ്റ്റാൻഡിംഗ് വായ്പകൾ. ഇപ്പോ 96,000 കഴിഞ്ഞു. കേരള ബാങ്ക് കൂടി എടുക്കും 1 ലക്ഷം കോടി കേരളത്തിൽ MSMEകൾക്ക് ഇപ്പോൾ വായ്പ കിട്ടിയിരിക്കുന്നു. ബാങ്കുകളുടെ സമീപനം താഴെത്തട്ടിലൊക്കെ ഒക്കെ പ്രശ്നമുണ്ട്, അത്രയും വന്നിരിക്കുന്നു. ഇത് നാടിൻ്റെതാണ്, അല്ല ഞങ്ങളുടെ അല്ല. അതുകൊണ്ട് വിനയപൂർവ്വം എനിക്ക് മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നമുക്കിനി അധിക ദിവസമില്ല, 21, 22 ലോകം കേരളത്തിലേക്ക് വരികയാണ്. നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്രൊപ്പോസൽ വരുമെന്ന് കണക്കാക്കുന്നു. ആ ഘട്ടത്തിൽ കേരളം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ഇന്ത്യ, നോളജ് ഇൻഡസ്ട്രീസിൽ, അതോടൊപ്പം തന്നെ മെഡിക്കൽ ഡിവൈസിൽ എല്ലാം. ഞാൻ പറഞ്ഞില്ല, മെഡിക്കൽ ഡിവൈസിൽ ഇന്ത്യയിൽ 24% കേരളത്തിലെ കമ്പനികളാണ്. ഇതെല്ലാം നമ്മൾ എല്ലാവരും കൂടി ഷോക്കേസ് ചെയ്താൽ, നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ബാക്കി കാര്യങ്ങളൊന്നും അധികം നമ്മൾ അതിലേക്ക് പോകേണ്ടതില്ല. ഇതാണ് കേരളം. ഇതെല്ലാം വസ്തുതകളാണ്, ഡാറ്റയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അല്ലാതെ കമ്മി കണക്കല്ല, അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കമ്മതി കണക്കല്ല, വേറെ രീതിയിലുള്ള ഇപ്പൊ നേരത്തെ പറയുന്ന പോലെയുള്ള ആ രേഖകൾ വെച്ചിട്ടല്ല. BBC വരെ പണം കൊടുത്തിട്ട് എഴുതിക്കുന്ന കണക്കുകൾ, IIM ഇൻഡോർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ, ഇതെല്ലാം നമ്മുടെ നാടിന്റെ മുൻപിൽ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇതാണ് കുറച്ച് ദീർഘമാണെങ്കിലും ഈ ഘട്ടത്തിൽ അതൊക്കെ അവതരിപ്പിക്കേണ്ടി വന്നത്. ഇതല്ല ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷെ അങ്ങനെ ആയിപ്പോയി. നമ്മൾ ഈ അവസരം കേരളത്തിനും വേണ്ടി കേരള ശത്രുക്കളെ തുറന്നു കാണിക്കാൻ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ആദരടൊന്നും കാണിച്ചു. ഇതിനാർക്കെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? ഇത് കഴിഞ്ഞ തവണത്തെയാണ്. ഇത്തവണ നമുക്ക് 9 കിട്ടി, അവർക്ക് 5 എണ്ണത്തിൽ അവർ ഒന്നാമതായി, ടോപ്പ് അച്ചീവർ. കഴിഞ്ഞ തവണ നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു, അതിന് അച്ചീവറും കഴിഞ്ഞ് ടോപ്പ് അച്ചീവറിലേക്ക് എത്തി. അപ്പൊ അത് നോക്കൂ, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻ ഇന്ത്യ അണ്ടർ BRAP. ചെറുതാ, ഒന്ന് വലുതാക്കി കൊടുത്ത് വായിക്കട്ടെ. ഇതിലല്ല നമ്മൾ കൺഫ്യൂഷൻ പാടില്ല. ആകെ ഒരു സൗകര്യമുള്ളത്, പ്രതിപക്ഷ നേതാവിന്റെ പത്രസമ്മേളനം നിങ്ങൾ മിക്കവാറും ആളുകൾ ലൈവ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇതെല്ലാം വച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും കൊടുക്കില്ല. ഏതെങ്കിലും ചാനൽ ലൈവ് കൊടുക്കുന്നുണ്ടോ? പ്രതിപക്ഷ നേതാവിനെപ്പോൾ അത്രയും ഉന്നതിയിലുള്ള ഒരാളൊന്നുമല്ല ഞാൻ. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ നാടിന് വേണ്ടി ഞാൻ വിസ്തീർണം നൽകുമ്പോൾ ഏത് ചാനലാണ് കൊടുക്കുന്നത്? നിങ്ങളും കേരള ശത്രുക്കളുടെ കൂടെയാണോ അതോ കേരളീയരുടെ ഒപ്പമാണോ? ആരും കൊടുക്കുന്നില്ലല്ലോ.
ഇപ്പോഴും നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറിയിട്ടില്ല. ആന്ധ്രയ്ക്ക് പ്രശ്നമില്ല. ആന്ധ്രയിലെ മാധ്യമ പ്രവർത്തകർ ആരും ചോദിച്ചിട്ടില്ല ഇത് ഇങ്ങനെയാണ്. ഇന്ത്യ അണ്ടർ BRAP 2020, നമ്മൾ ഇന്ത്യ അണ്ടർ BRAP 2021-22, ഇൻ ഇന്ത്യ ഇൻ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ BRAP 2020 അണ്ടർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. സെയിം. ഇനി സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. പിറ്റേ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതാണ്. ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ തവണ ഇതാണ്. കഴിഞ്ഞ തവണ നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു. അപ്പൊ ആന്ധ്ര നമ്പർ 1 വന്നു. അത് പരസ്യമായി. എല്ലാവരും അത് വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കി. കേരളത്തിലാകുമ്പോഴോ കൺഫ്യൂഷൻ ഉണ്ടാക്കാണ്. ഇതെങ്ങനെയല്ല. എന്നാൽ നിങ്ങൾ എന്തുകൊണ്ട് ഈ കൺഫ്യൂഷൻ കഴിഞ്ഞ തവണ ചോദിച്ചില്ല? അല്ല മിനിസ്റ്ററെ, ഈ 15 എന്നുള്ളത് ഇവരുടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലല്ലോ, വേൾഡ് ബാങ്ക് നിർത്തിയല്ലോ, അതുകൊണ്ട് 15 അല്ല, നമ്മൾ കുറെ കൂടി മെച്ചമാണ്, നമ്മൾ റിഫോം അന്നും റിഫോമാണ് കേട്ടോ. ഇതൊക്കെ വേൾഡ് ബാങ്ക് ചില പ്രശ്നങ്ങൾ വന്നു, ഓരോ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വ്യത്യസ്തതകൾ വന്നു, അങ്ങനെ അവർ നിർത്തി. പക്ഷെ അതേ ഫോർമാറ്റിലാണ് ഇവർ തുടരുന്നത്, ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. അടുത്ത വർഷത്തേക്ക് നമ്മളിപ്പോൾ 99% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഫീഡ്ബാക്ക് എങ്ങനെയായിരിക്കും എന്നറിയില്ല, നിങ്ങളെല്ലാം ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പോ അവർ പറഞ്ഞതിൽ 99% പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനി 30 ദിവസം കൂടി ഉണ്ട്. ഇന്നലെയായിരുന്നു ആദ്യം പറഞ്ഞ ഡെഡ് ലൈൻ. ഇനി 30 ദിവസം കൂടി നീട്ടിയിട്ടുണ്ട്. നമ്മൾ 99% അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞോണ്ട് ഇത്ര ഉണ്ടായില്ല, അതിനൊക്കെ നമ്മൾ മുമ്പിലേക്ക് വന്നു. ഇനി നിങ്ങളിപ്പോ മനോരമയാണോ അല്ലെ? ആ മനോരമയുടെ ഒരു പത്രക്കുറിപ്പ് ഉണ്ടായിരുന്നു, അത് എടുത്തിട്ടുണ്ടോ? മിനിഞ്ഞാന്ന് മറ്റു പത്രത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ ഇത്തവണ വേഗത പോരാ എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് തർക്കമില്ല. വേഗത കുറഞ്ഞാൽ തർക്കമില്ല, വേഗത കൂടി റാങ്ക് കിട്ടിയാൽ അയ്യോ ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തന്നെയാണോ? അത് നാടിനോടൊരു താല്പര്യമായിട്ട് കാണേണ്ടതില്ല. നിങ്ങൾ എന്നായിട്ട് പറയുന്നത്? കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിലേക്ക് കാണുകയുണ്ടായി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന്. അടുത്ത ചോദ്യം ചോദിച്ചതിനിടെ ഞാൻ നോക്കി പറയാം. GST പതുക്കെ വരുള്ളൂ എന്ന്. അതെ, അത് നമ്മളിപ്പോ സഹായിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ എന്ത് ചെയ്തു? ICAI ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ അഖിലേന്ത്യാ സംഘടനയാണ്. കാരണം ഈ തുടങ്ങിയ ആളുകൾക്ക് 31% സ്ത്രീകളാണ്, 40 ട്രാൻസ്ജെൻഡർ. ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. നിങ്ങൾ വെറുതെ ഇടയ്ക്ക് ഹോംവർക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ അതിൽ ഇവർക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ ചിലപ്പോൾ പറഞ്ഞെന്ന് വരില്ല. അതുപോലെ തന്നെ ചിലപ്പോ മറ്റ് GST റിട്ടേൺസ് അറിയില്ല. നമ്മുടെ സംരംഭകത്വം നമ്മുടെ ഒരു പൊതുബോധമായിട്ട് അധികം വന്നിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാ ജില്ലയിലും, ഇവിടുന്ന് സെക്കൻഡ് സാറ്റർഡേ അല്ലേ, എല്ലാ ജില്ലകളിലും സെക്കൻഡ് സാറ്റർഡേ ICAIയുടെ ഫ്രീ സർവീസാണ്. ഫ്രീ ആയിട്ട് അത് പൂർണ്ണമായിട്ടും ഈ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഇയർ ഫ്രീ സർവീസാണ്. അതിപ്പോ അടുത്ത വർഷമൊക്കെ ആവുമ്പോൾ കുറെ കൂടി മെച്ചപ്പെടും. ഇതാണ്ട മനോരമയുടെ വാർത്ത, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മുന്നറിയിപ്പുമായി ചീഫ് സെക്രട്ടറി. പരിഷ്കാരങ്ങൾക്ക് വേണ്ടത്ര വേഗമില്ല. മികവ് അടുത്ത വർഷം തുടരാനാവുമോ എന്ന് വകുപ്പ് സെക്രട്ടറിമാരുടെ യോഗത്തിൽ ആശങ്ക. അപ്പൊ അവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സാണ്. നേട്ടം പറയുമ്പോൾ ഇത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ? അതിന്റെ പേരിപ്പോ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാൻ ആണ്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഭാഗം എന്നുള്ളത്. നാം കാണേണ്ട പ്രധാന ഭാഗം ഇതാണ്. ഇപ്പോൾ കൈരളി മാത്രം ലൈവ് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞൊരു ഭേദഗതിയുണ്ട്, ബാക്കി ആരും കൊടുക്കുന്നില്ല. അപ്പൊ നമ്മൾ കേരളത്തിലുണ്ട്. നിങ്ങൾ കുറച്ച് ദിവസം കൊടുക്കുക, കുറച്ച് 21, 22. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അറ്റാക്ക് ചെയ്തു. ഈ പറഞ്ഞ നിക്ഷേപം വന്നോ, ആ നിക്ഷേപം ആരുടെയാണ്, ഈ ഏത് ചോദിച്ചോ, ഞങ്ങൾ റെഡി. 21, 22 വരെ എല്ലാ മാധ്യമ പ്രവർത്തകരും ഇന്നലെ കോൺക്ലേവ് നടത്തിയിരുന്നു. എല്ലാവരെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഉദ്ഘാടന ചടങ്ങിലേക്ക്. നമുക്ക് എല്ലാവർക്കും കൂടി ഇതൊരു ചരിത്ര സംഭവമാക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഴയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടേയിരിക്കാം. അത് അവരുടെ ഭാഗമാണ്. ക്ഷണിക്കേണ്ടത് ഞങ്ങളുടെ മര്യാദ. പ്രതിപക്ഷ നേതാവിനോട് ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ക്ഷണിച്ചു. രേഖാമൂലം മുഖ്യമന്ത്രി തന്നെ കത്ത് കൊടുത്തിട്ടുണ്ട്. ഉപപ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടുണ്ട്. അത് അവരുടെ തീരുമാനം. കേന്ദ്രമന്ത്രിമാരെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാരെ അതിൽ ഒരാൾക്ക് ബുദ്ധിമുട്ട് പറഞ്ഞു, ഒരാൾ വരും. അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട്. ഗവർണറെയും ഞാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ആ ദിവസം ഉണ്ടാവില്ല, പക്ഷെ വളരെ സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. സ്ഥലത്തില്ലാത്തതുകൊണ്ടാണ്. കേരളം ഒറ്റക്കെട്ടായിട്ടാണ്. ഇതിൽ ഭരണ പ്രതിപക്ഷമില്ല. നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് ചെയ്യേണ്ടതാണ്. വരോ വരില്ല. ഇപ്പോൾ അവരുടെ തന്നെ ആ മായും രാജിയിടൊന്ന് കാണിച്ചു കൊടുക്കുക.
മൈബാബയുടെ ഹയ്യൂമലിന്റെ പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട മന്ത്രി രാജീവിന്റെ ഓഫീസിൽ ചേംബറിൽ ഒരു ദിവസം ഞങ്ങൾ സംഘടിക്കുകയുണ്ട്. സത്യത്തിൽ കേരളത്തിൽ ഒരു ഫാക്ടറിയും കൊടുത്താല് അല്ലെങ്കിൽ ഇത്തരം സ്ഥാപനങ്ങൾ കൊടുത്താൽ വിജയിക്കയില്ല, അത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ മൊബൈൽക്കാരെടുത്തും എന്റെ അടുത്തൊക്കെ സമീപിക്കേണ്ടായി. ഞങ്ങൾക്ക് ചെന്നൈയിലും തെലങ്കാനയിലും ഒക്കെ തുടങ്ങാൻ ഓഫറും ഒക്കെ തന്നുകൊണ്ട് തന്നെയായിരുന്നു മതി. പക്ഷേ ഞങ്ങൾ ജനിച്ചത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഇത് തുടങ്ങാൻ പറ്റുമോ എന്ന് വ്യവസായ മന്ത്രിയുമായി ഒരു ചർച്ച നടത്താം എന്ന് എന്റെ ചെയർമാനും ഞങ്ങളെല്ലാം കൂടി ആലോചിച്ച് തീരുമാനിച്ചു. ബഹുമാന്യനായ വ്യവസായ മന്ത്രിയുടെ അടുത്ത് ചെന്നപ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ഉദ്ദേശിച്ചതല്ല, അതിനേക്കാൾ വലുത് ഇവിടെ തുടങ്ങാനുള്ള പ്രോത്സാഹനമാണ് അദ്ദേഹം തന്നത്. ഞങ്ങളുടെ മനസ്സിനറിയുന്ന രൂപത്തിലുള്ള പ്രോത്സാഹനമാണ് അദ്ദേഹം പറഞ്ഞത്. ലീഗിന്റെ ഉപനേതാവുള്ളപ്പോൾ ലീഗിന്റെ നേതാവ് എന്റെ വ്യവസായമാണ്. ഇതുപോലെ ഒത്തിരി സംരംഭകരുടെ നിങ്ങളുടെ കയ്യിൽ സംരംഭകരെ നിങ്ങൾ ചോദിച്ചോ? ചിലപ്പോൾ അത്യപൂർവമായിട്ട് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. ഇപ്പൊ ഞാൻ പറയാം, മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ഡിസംബറിൽ ഒരു വലിയ വിൻഡ് മില്ല് തുടങ്ങാൻ പോയി. അവിടെ ഞങ്ങൾ തൊഴിലാളികൾ തരുന്നു പറഞ്ഞു. വലിയ തർക്കം വന്നു. അന്വേഷിക്കാൻ പഞ്ചായത്ത് സർപഞ്ച് ചെയ്തു, അടിച്ചു കൊന്നു. ചെക്ക് ചെയ്ത് നോക്കിയോ ഗൂഗിളിൽ. ഏതെങ്കിലും നിങ്ങൾ പത്രപ്രവർത്തകരെന്ന് അറിഞ്ഞിട്ടുണ്ടോ? കേരളത്തിലാണെങ്കിൽ ആ സർപഞ്ചിന് തടഞ്ഞു വെച്ചാൽ അറിയാത്ത ആരെങ്കിലും ലോകത്തുണ്ടാവും. എന്നിട്ട് പറയും പണ്ടത്തെ ഒരു ആത്മഹത്യയോട് എടുത്തിട്ട് കേരളം ഇങ്ങനെ അല്ല എന്ന് പറയും. ഇത് നോക്കുക, ഈ ഡിസംബറിലാണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കാണാൻ പറ്റും. ഗൂഗിളിൽ നോക്കിയാൽ മതി. എക്കണോമിക് ടൈംസ് നോക്കുക, അല്ലെങ്കിൽ ടൈംസ് ഓഫ് ഇന്ത്യ. ചെറിയ വാർത്തയാണ്, പക്ഷെ ഉണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇത് അറിയാതെ. അപ്പം അവര് പക്ഷേ ഈ പ്രശ്നം അവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആയല്ലോ. ഇനി വേറെ ഏതെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ഇനി ഉണ്ട്. കുറച്ച് ഫയൽ കൂടി തുറക്കാത്തതുണ്ട്, ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പൊ ഇനിയിപ്പോ ലൈവ് കൊടുക്കാൻ പറ്റാത്തതിൽ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണ്, എങ്കിലും കൊടുത്ത് ജനങ്ങളെ ഇത് അറിയിക്കാനായിട്ട് സഹായിക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുന്നു.